ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ 5-ാം ദിവസം വെള്ളിയാഴ്ച അതിഗംഭീരമായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി, അടിയും പിടിയും ബഹളവും. അതോടൊപ്പം പുതിയ ആൾക്കാർ ആദ്യമായി ജയിൽ നോമിനേഷൻ നടത്തിയിരിക്കുന്നു, ജയിൽ ഉദ്ഘാടനം കഴിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ പുതിയ ആഴ്ചയുടെ ക്യാപ്റ്റനെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. എല്ലാം ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പായി എല്ലാവർക്കും BBM ടോക്ക് വിത്ത് പ്രഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഇന്ന് വീട്ടിലെ പ്രശ്നങ്ങളോട് തുടങ്ങിയിട്ടായിരുന്നു രാവിലെ ആരംഭിച്ചത്. അതായത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് കൂടെയാണ് ഇപ്പോൾ പറയുന്നത്. അതായത് നമ്മുടെ അനീഷും രേണുവും തമ്മിലുള്ള വിഷയമായിരുന്നു. അതായത് നമ്മുടെ രേണു അവിടെ കിടന്ന് ഉറങ്ങാനായിട്ടുള്ള പരിപാടിയിലായിരുന്നു, പക്ഷെ ഉറങ്ങിയിട്ടില്ല, അവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ അറിയാലോ, അനീഷിൻ്റെ ചൊറി അറിയാലോ, അനീഷ് ക്യാപ്റ്റനും കൂടെയാണ്. സോ ചൊറിയാനുള്ള എല്ലാ റൈറ്റ്സും അനീഷിനുണ്ട്. അനീഷ് പോയി ചൊറിയുന്നു, അവിടെ അടി പൊട്ടുന്നു, ഭയങ്കര പ്രശ്നമാവുന്നു, നീ പോടാ നീ പോടി, മറ്റത് മറിച്ചത്. അനീഷിനെ എടുത്തിട്ട് പഞ്ഞി കിട്ടുന്ന തന്നെ പറയാം. രേണുവിൻ്റെ സൗണ്ടിന് മുമ്പിൽ അനീഷിന് പിടിച്ചിരിക്കുന്ന ഒരു രക്ഷയില്ലാതെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് പവർഫുൾ വോയിസ് ആണ്. ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞതാണ്, രേണുവിൻ്റെ അടുത്ത് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതിനിടയിൽ നമ്മുടെ അനീഷ് ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, നമ്മുടെ സുധി ചേട്ടൻ്റെ ആരാണ് സുധി എന്ന് പറഞ്ഞു, എന്നെ രേണു സുധി എന്ന് വിളിക്കണമ്പോൾ ആരാണ് ഈ സുധി എന്ന് ചോദിച്ചു. ആ ടോൺ ഉണ്ടല്ലോ, ആ ടോൺ ശരിയായിട്ടില്ല. അത് ഞാൻ നേരത്തെയും പറഞ്ഞതാണ്. സോ അത് ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് തന്നെ തോന്നി. എല്ലാ ഹൗസും പെട്ടെന്ന് ഇടപെട്ടതിന് ശേഷം ആ പ്രശ്നം അവിടെ വെച്ച് ഒതുക്കി തീർത്തു. അതല്ലാതെ മുന്നോട്ട് അനീഷിനും അത് മനസ്സിലായി, തെറ്റാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ വീണ്ടും വലിയൊരു പ്രത്യാഘാതം നമ്മുടെ പബ്ലിക്കിന്റെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വന്നേനെ. കാരണം നമുക്ക് എല്ലാവരും സുധിച്ചേട്ടനെ അറിയാവുന്നതാണ്, എത്ര വലിയൊരു കലാകാരനാണെന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ വിഷയം, അവിടെ റെനയും ഒണിയിലും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്ന അടുക്കളയിൽ. അവിടെ എന്തായിരുന്നു പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. എന്തോ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഒണിയിൽ പ്രശ്നം ഓടിയത്. എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞാൽ ഒണിയിലിന്റെ ഒന്ന് തുറക്കുന്നത് കാണാൻ പറ്റി. അതോടൊപ്പം തന്നെ നമ്മുടെ രന ഫാത്തിമയും ഒന്ന് ആക്റ്റീവായിട്ട് കണ്ടു. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നമായിരുന്നു. അവസാനം രന കടന്നു കരയുന്നു. അത് നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ചുമ്മാ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ മാറ്റർ ആയിട്ട് തോന്നി. അത് ഇറിറ്റേറ്റഡ് ആയി ഒണിയലിനെ. എന്തായാലും സന്തോഷം ഒണിയലെ ക്യാമറയിൽ കാണാനും അതോടൊപ്പം തന്നെ ഒണിയലിന്റെ വാക്കുകളൊക്കെ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് എത്ര സൗണ്ട് ഉണ്ടെന്നൊക്കെ കേൾക്കാൻ പറ്റിയതിലും സന്തോഷം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു ചെറിയൊരു വിഷയം ഉണ്ടായേ. നമ്മുടെ ആര്യനും അനുവും തമ്മിലുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടായിരുന്നു, ആര്യനും അനുവും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി. ആക്ച്വലി അനുവിനെതിരെ ആര്യൻ മിഡിൽ ഫിംഗർ കാണിച്ചു എന്നാണ് പറയുന്നത്. മിഡിൽ ഫിംഗർ അല്ല കാണിച്ചത്, ഒരു വിരൽ കാണിച്ചത് സത്യമാണ്. പക്ഷേ ഒരു പെൺകുട്ടിക്കെതിരെ അങ്ങനെ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്ന കാര്യം തീർച്ചയായും നെഗറ്റീവ് തന്നെയാണ്. സോ ആര്യൻ അതിൽ എത്ര കടന്ന് ന്യായീകരിച്ചിട്ടൊരു കാര്യമില്ല. ഇങ്ങനെയൊന്നും ഒരിക്കലും കാണിക്കാൻ പാടില്ല. ഇതിന് മുമ്പത്തെ സീസണിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. ഏത് പ്രശ്നമാണ്? ഈ മിഡിൽ ഫിംഗർ ഇഷ്യൂ. അന്നറിയാലോ എന്ത് വലിയ ഇഷ്യൂസ് ആണ് ഉണ്ടായെന്നുള്ളത്. സോ ആര്യനെ കുറച്ച് നമ്മൾ നല്ല കണ്ടസ്റ്റന്റ് ആയിട്ടാണ് കാണിച്ചത്. പക്ഷെ ആര്യൻ തുടക്കം നമ്മുടെ ലാലേട്ടൻ്റെ അടുത്ത് വന്നപ്പോഴും ഫസ്റ്റ് ഡേ കണ്ടപ്പോഴത്തേക്ക് ആര്യനിൽ നിന്ന് കുറെ കൂടി എക്സ്പെക്ട് ചെയ്തായിരുന്നു. ആര്യൻ കളിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, ആര്യൻ കളിക്കുന്നുണ്ട്, എല്ലാ ഗെയിംസിലും നല്ല ആക്റ്റീവാണ്. പക്ഷെ ആര്യനിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്തു. ചിലപ്പോൾ വരും വീക്കുകളിൽ ശരിയാകുമായിരിക്കും ആര്യൻ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അക്ബറിന് ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന അറിയാലോ. അക്ബറിന് പണിപ്പുരയിൽ പോയിട്ട് കഴിക്കാനുള്ളതോ ഡ്രസ്സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം. ഇപ്പം നിലവിൽ അവിടെ എല്ലാ ഹൗസ് മേറ്റ്സിനും ആവശ്യമുള്ളത് ഭക്ഷണമാണ്. കാരണം അവിടുത്തെ റാഷൻ എല്ലാം ഒരുവിധം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടത് ഭക്ഷണമാണ്. അതുകൊണ്ട് തന്നെ അക്ബർ വളരെ വൈസായിട്ടുള്ള ഡിസിഷനാണ് തീരുമാനിച്ചത്. നേരെ പോവുക, ഭക്ഷണം എടുക്കുക, എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പക്ഷെ കുറച്ച് ഭക്ഷണമേ ഉള്ളൂ. ഒരു ചിക്കൻ ബിരിയാണിയും പിന്നെ മട്ടനും പൊറോട്ടയും അതോടൊപ്പം തന്നെ ഒരു ബർഗറും ആയിരുന്നു അക്ബറിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഔട്ട് ഓഫ് പോയിന്റിലേക്ക് പോയി അവിടെ വീണ്ടും അനീഷ് കയറി ചൊറിഞ്ഞു. അതായത് 500 പോയിന്റിലായിരുന്നു പർച്ചേസ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. പക്ഷെ അക്ബർ എടുത്തത് 690 പോയിന്റായി. അപ്പോഴത്തേക്ക് ഉടനെ അനീഷ് വീണ്ടും പറയുന്നു എന്താ പറഞ്ഞത്, അപ്പൊ പിന്നെ ബിഗ് ബോസ് തിരിച്ചെടുക്കുമായിരിക്കും അല്ലേ. അപ്പൊ അക്ബറിന് ഭയങ്കര ദേഷ്യം വന്നു. എല്ലാം കൂടെ വലിച്ചു എറിഞ്ഞ് അക്ബർ ഭയങ്കരമായിട്ട് ചൂടായി. അതോടൊപ്പം തന്നെ ഹൗസ് മേറ്റ്സ് എല്ലാവരും കൂടെ ചാടി ഇറങ്ങി അക്ബർ നമ്മുടെ അനീഷിനെതിരെ. അനീഷ് ചെയ്യുന്നത് വളരെ 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 തെറ്റാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എങ്ങനെയാണോ, കാരണം ഒരു ക്യാപ്റ്റൻ അല്ലേ. സോ എല്ലാവരും ഫീഡ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയും എല്ലാം മാക്സിമം കൊണ്ടുപോകാനുള്ള റെസ്പോൺസിബിലിറ്റി ക്യാപ്റ്റനിൽ നിന്നാണ് ബാക്കിയുള്ളവർ എക്സ്പെക്ട് ചെയ്യേണ്ടത്. പക്ഷെ അതും അനീഷിൽ നിന്നുണ്ടായില്ല. വീണ്ടും എഗെയിൻ ഡിസപ്പോയിൻമെന്റ് ആണ് അനീഷിൽ നിന്നുണ്ടായത്. അതിനുശേഷം നമ്മൾ മൂവ് ടു പുതിയ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു നടന്നത്. അവിടെ വലിയൊരു ഇഷ്യൂ ഉണ്ടായി. അതായത് നമ്മുടെ നെവിനും നമ്മുടെ ബിൻസിയും തമ്മിൽ. നെവിൻ നോമിനേറ്റ്
നോമിനേറ്റ് ചെയ്തത് ബിൻസി ആയിരുന്നു നോമിനേറ്റ് ചെയ്തത്. അതിനുമ്പോൾ ക്യാപ്റ്റൻസിയുടെ കാര്യം പറയാം. ക്യാപ്റ്റൻസി 2 പേരെ വെച്ചിട്ട് ഓരോ കണ്ടസ്റ്റൻസ് സെലക്ട് ചെയ്യണം. അതിൽ ടോപ്പ് 3 വരുന്നവർക്ക് ഒരു ഗെയിം കൊടുക്കും. അതിൽ ജയിക്കുന്നവരായിരുന്നു ക്യാപ്റ്റൻ. അതിൽ ടോപ്പ് 3 വന്നത് നമ്മുടെ ഷാനവാസും ബിന്നിയും അഭിലാഷും ആയിരുന്നു ടോപ്പ് 3 വന്നത്. അതായത് കണ്ടസ്റ്റൻസ് സെലക്ട് ചെയ്ത 3 ഫേവറേറ്റ്സ്. അതിൽ ഷാനവാസ് എന്തായാലും കയറി വന്നത് നന്നായി. ഷാനവാസിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം എൻറ്റയർ വീക്ക് ഷാനവാസ് നെഗറ്റീവിലേക്ക് പോവുമായിരുന്നു. കാരണം നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഷാനവാസിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ്. പക്ഷേ ഓരോ ദിവസം കഴിയുന്നവരും ഷാനവാസ് നെഗറ്റീവിലേക്ക് പൊക്കോണ്ടിരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊരു ബൂസ്റ്റപ്പ് ആയിരിക്കും ഷാനവാസിനെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ കം ടു ദ മാറ്റർ, നമ്മുടെ ബിൻസി വേഴ്സസ് നെവിനും ബിൻസിയെ വളരെ കൂർക്കം വലിച്ച് ഉറങ്ങി എന്നുള്ള കാരണം കൊണ്ട്, അതായത് മറ്റേ രാത്രിയിൽ നടക്കുന്ന ടാസ്ക് ഉണ്ടല്ലോ, ആ ടാസ്കിൽ വെളിയിൽ പോയിരുന്നു കൂർക്കം വലിച്ച് ഉറങ്ങി എന്നുള്ളതായിരുന്നു നെവിൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ജയിൽ നോമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊക്കെ പറയുന്നത് സ്വാഭാവികമാണ്. അതിനുശേഷം ചർമുറ ഉണ്ടാകുന്നത്, മടി ഉണ്ടാകുന്നതൊക്കെ ആസ് യൂഷ്വൽ ആണ്, അതൊന്നും വലിയ കാര്യമില്ല. പക്ഷെ ബിൻസി അതും ഒരു RJ ഫീൽഡിൽ നിൽക്കുന്ന വളരെ വാക്കുകൾക്ക് കൃത്യമായി ഒരു ബോർഡർ ലൈൻ അല്ലെങ്കിൽ ഒരു ബാരിയർ ഉള്ള ആളാണ് RJ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഉള്ളവരാണ് ബിൻസി. പക്ഷെ ബിൻസി ഉടനെ വന്നിട്ട് നിവിനോട് ചോദിക്കുന്നു അങ്ങനെ ചെയ്ത് ശരിയാണോ. നമ്മുടെ ബിൻസിക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് അറിയാമോ, ബിൻസി എല്ലാവരെയും ഡാബോടാന്ന് വിളിക്കും. പക്ഷെ തിരിച്ച് ഡീ ബോഡിന്ന് അല്ലെങ്കിൽ ഡീ ബോഡിന്ന് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ബിൻസിക്ക് അത് താങ്ങാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ബിൻസിയും തിരിച്ച് ആരെയും ഡാബോടാന്ന് വിളിക്കാനോ നീയൊന്നോ അവനെന്നോ താനെന്നോ ഒന്നും പറയാൻ പാടില്ല. അവരെയും പേര് വിളിച്ച് ചെയ്യണം. അങ്ങനെയല്ലേ വേണ്ടത്. ഇത് ബിൻസി നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ബാക്കിയുള്ള ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കാരിൽ നിന്നും ഇത് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ. അല്ലാതെ പിന്നെ ഈ കാർഡ് ഇറക്കിയിട്ട് ഒരു കാര്യമില്ല. ബിൻസി ഇന്ന് ആബ്സല്യൂട്ട്ലി റോങ് ആണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സോ നിവിന് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി. നിവിനെ പറഞ്ഞ വാക്കുകൾ സത്യം പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. നിവിന് പറഞ്ഞെന്ന് പറഞ്ഞാൽ നീ കൊണമണ അടിക്കാതെ പോടാ. തിരിച്ച് നിവിനും പറയുന്നുണ്ട് നീ പോടി. അത് കഴിഞ്ഞതിന് ശേഷം നിനക്ക് കുറച്ച് അന്തസ് വേണം. നീ കുറെ പേക്കൂത്ത് കാണിച്ചല്ലേ നടക്കുന്നത്. ഫാഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകളാണല്ലോ നമ്മുടെ നിവിൻ. അത് പാർട്ട് ഓഫ് ഹിസ് ജോബ്. പുള്ളിയുടെ കാറിന്റെ ഡിസൈനർ എന്ന് പറയുന്നത് പുള്ളിയുടെ ജോബാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സുകളായിരിക്കും നിവിൻ സെലക്ട് ചെയ്യുന്നത്. അതിന് നീ എന്ത് പേക്കൂത്ത് കാണിച്ചാണ് ഇതിലേക്കൂടെ നടക്കുന്നത്, എന്ത് ഫാഷൻ ഡിസൈനറാണ് നീ, ജോലിയെ പരാമർശിക്കുക. തീർച്ചയായിട്ടും അപ്പം നിവിനും ഓപ്പോസിറ്റ് ചെയ്ത് സംസാരിച്ചു, അത് ശരിയാണ്. പക്ഷേ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക് പോവുക, നമ്മുടെ പ്രൊഫഷനെ വളരെ മ്ലേച്ഛമായ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത് വളരെ മോശമായിട്ട്. ഇതിന് ശേഷം ഏറ്റവും അപകടകരമായ ഒരു ഡയലോഗ് പറഞ്ഞത്, നീ നിന്റെ അമ്മയും പെങ്ങളെയും പോയി വിളിക്കടാ. എന്ത് നിലവാരമാണുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി. വളരെ മോശമായിട്ടുള്ള ഇതായിപ്പോയി. എന്ത് നിലവാരം നമ്മൾ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണം എനിക്കറിയത്തില്ല. അമ്മയും പെങ്ങളെയൊക്കെ ഇങ്ങനെ പറയുന്നത് വളരെ വളരെ മോശമാണെന്ന് ബിൻസിയോട് പറയാതിരിക്കുന്ന വൃത്തിയില്ല. ലാലേട്ടൻ വരുമ്പോഴത്തേക്ക് നാളെയും മറ്റന്നാൾ ലാലേട്ടൻ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വെച്ച് പൊറുപ്പിക്കാൻ സമ്മതിക്കരുത്. നിവിൻ അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. നിവിൻ അതിനുശേഷം ഒരുപാട് ഡിസപ്പോയിന്റഡ് ആയി. അതുകൊണ്ടാണ് നിവിനും പിന്നെ പൊട്ടിത്തെറിച്ചത്. ഈ അമ്മയും പെങ്ങളെയും പറഞ്ഞതിന് ശേഷമാണ് നിവിനും കയറി ഭയങ്കരമായിട്ട് റേസ് ചെയ്ത് പിന്നെ ഫുൾ ഇവർ തമ്മിൽ അടിയായിരുന്നു. അവസാനം എന്നിട്ടും പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അമ്മയും പെങ്ങളെയും പറഞ്ഞ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവള് സോറി പറയണമെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ പറയണേ എൻ്റെ പട്ടി പറയും മാപ്പെന്ന്. എന്താ പറയാല്ലേ. അതിനുശേഷം നമ്മുടെ അടുത്ത പരിപാടി നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റൻസി ഗെയിം ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അതായത് നമ്മുടെ ഷാനവാസും ബിന്നിയും, അതോടൊപ്പം ബിന്നി വളരെ കുറച്ച് സൈലന്റ് ആണെങ്കിലും ബിന്നി പറയേണ്ട പോയിന്റ് പറയേണ്ട അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ബിന്നി അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ബിന്നി പറയേണ്ട അടുത്ത് പറയേണ്ട കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും പറയുന്നുണ്ട്. അപ്പം ഇവർ തമ്മിലുള്ള മത്സരം ഇതായിരുന്നു. വെളിയിൽ ഒരു വലിയൊരു കറങ്ങുന്ന ഒരു പോഡിയം വെച്ചിട്ടുണ്ട്. ഇതിന്റെ മുകളിലായി ഒരു സ്റ്റാൻഡ് കെട്ടിയിട്ടുണ്ട്. ഇതിന്റെ 3 പേരുടെയും ഫോട്ടോസ് അല്ല വലിയൊരു രൂപം ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ട്. അത് അടിച്ച് തറയിടുന്ന ആരാണോ അടിച്ച് തറയിടുന്നത്, ഈ സ്റ്റാൻഡ് ഉണ്ടല്ലോ ഇതിങ്ങനെ ഈ പോഡിയം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ കണ്ണും കെട്ടിയിട്ടുണ്ട്. ഇത് അടിച്ചിടണം. പക്ഷെ ആദ്യം അടിച്ചിട്ടത് നമ്മുടെ ഷാനവാസ് ആയിരുന്നു. അതുകൊണ്ട് പുതിയ ക്യാപ്റ്റനായിട്ട് ഷാനവാസിനെയാണ് അടുത്ത ആഴ്ചത്തേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം അറിയാമല്ലോ, ഞാൻ ഓരോ ദിവസവും എനിക്ക് തോന്നുന്നു ഒരു ദിവസം പോലും ഇല്ലാതെ ഷാനവാസിനെ ക്രിട്ടിസൈസ് ചെയ്യാതെ എൻ്റെ പ്രീവിയസ് വീഡിയോസിലോട്ട് പോയി അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ ദിവസം ഞാൻ ഷാനവാസിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഷാനവാസ് നെഗറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് മാത്രമായിരുന്നു പൊക്കോണ്ടിരുന്നത്. പക്ഷേ എന്തായാലും ഹൗസ് മേറ്റ്സിന്റെ ഉള്ളിൽ പുള്ളിക്കാരനൊരു കുറച്ച് നല്ല ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവരും ഷാനവാസിന്റെ പേര് അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്തില്ലായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ ക്യാപ്റ്റൻ ആവാനും പറ്റിയത്. അതുകൊണ്ട് ഷാനവാസിന് ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വരും ആഴ്ച വളരെ മികച്ചതായിട്ട് കളിക്കാൻ പറ്റട്ടെ. അതോടൊപ്പം തന്നെ നാളെ മറ്റന്നാൾ നമ്മുടെ ലാലേട്ടൻ വരുമ്പോഴത്തേക്ക് ഷാനവാസിന്റെ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ, കാരണം ഷാനവാസിനെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ട്.
അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജയിൽ നോമിനേഷനാണ് വന്നത്. ആദ്യത്തെ ജയിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ആരെന്നായിരുന്നു. അതിൽ നമ്മുടെ ബിഗ് ബോസ് ഓൾറെഡി അനീഷിന് ഇത് കൊടുത്തു, ഒരു അവസരം കൊടുത്തു, ഡയറക്റ്റ് ആയിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യാല്ല, ജയിലിലേക്ക് ഇടാം. അത് അനീഷ് ഓബ്വിയസ്ലി ആരായിരിക്കും സെലക്ട് ചെയ്തത്? നമ്മുടെ ശരത്തിനെയാണ്. കാരണം ഇവർ കീരി പാമ്പും കണക്കാണ്, ഇവർ തമ്മിൽ ഒരിക്കലും ചേർന്ന് പോകത്തില്ല. അനീഷ് വാ തുറക്കുന്ന പോലും സത്യം പറഞ്ഞാൽ ശരത്തിന് ഇഷ്ടമല്ല. ഓക്കെ, അപ്പം അനീഷ് ഡയറക്റ്റ് ആയിട്ട് ശരത്തിനെ നോമിനേറ്റ് ചെയ്തു. പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും കൂടി ചേർന്ന് ഏറ്റവും കൂടുതൽ വോട്ട് വന്നത് നമ്മുടെ അനുവിനായിരുന്നു. സോ ഇതായിരുന്നു. അങ്ങനെ ജയിലിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു, അനുവും ശരത്തും കൂടെ പോകുന്നു. അതിനുശേഷവും നമ്മുടെ അനീഷ് വന്ന് അവിടെ വന്ന് ചൊറിയുന്നു. അനുവും അത് ചൊറിച്ച് രാത്രിയിൽ എനിക്ക് ഫണ്ണായിട്ട് തോന്നിയത്. പകലത്തെ ഇൻസിഡന്റ് ഒക്കെ വളരെ ബാഡായിരുന്നു, ഒരിക്കലും എക്സ്പെക്ട് ചെയ്യായിരുന്നു. രാത്രിയിൽ ജയിലിൽ പോകുന്നത് അനീഷ് ചൊറിഞ്ഞതൊക്കെ എനിക്ക് ഫണ്ണായിട്ട് തോന്നി. പക്ഷെ അനുവും ശരത്തും ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്ത് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. എനിക്ക് വെളിയിൽ പോയി ജീവിക്കേണ്ടതല്ലേ, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് അനുവും ശരത്തും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അനീഷ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്, ആർക്കും അങ്ങനെ സഹിക്കാൻ പറ്റത്തില്ല. എനിക്ക് നല്ല പേടിയുണ്ട്, ആരെങ്കിലും അനീഷിനെ കൈ വെക്കുമോ, ഫിസിക്കലി ഇത് ചെയ്യുമോ എന്ന് എനിക്ക് സത്യമായിട്ട് നല്ല പേടിയുണ്ട്. അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ, എല്ലാവർക്കും നല്ല ഇത് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ലാലേട്ടൻ വന്ന് പറഞ്ഞ് അനീഷിന്റെ ഗെയിം മാറ്റണം. അനീഷിന് പൊട്ടൻഷ്യൽ ഉണ്ട്, അനീഷിന് നന്നായിട്ട് കളിച്ച് കയറാൻ പറ്റും, നമ്മുടെ ഇടയിൽ നിന്ന് വന്നൊരാളാണ്. സോ ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു സപ്പോർട്ടും അനീഷിന് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. എങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ, നേരെ കളിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതാണ്. ആദ്യത്തെ 2 ദിവസമൊക്കെ ഓക്കെ ആയിരുന്നു, ഇറിറ്റേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. ഇനി ആ ട്രാക്ക് മാറണം, പഠിച്ച കാര്യങ്ങളൊക്കെ കഴിയേണ്ട സമയമായി. അതിന് അനീഷിനോട് എന്തായാലും ലാലേട്ടൻ പറഞ്ഞു കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. സോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം സംഭവ ബഹുലമായി നടന്നത്. ഇനി നാളെ വരാൻ പോകുന്നത് അറിയാമല്ലോ, വീക്കെൻഡ് ആണ്. വീക്കെൻഡിലേക്ക് സാറ്റർഡേ സൺഡേ നമ്മുടെ ലാലേട്ടൻ എത്തും. അപ്പോൾ നാളെയും മറ്റന്നാളും പൊടി പൂരമായിരിക്കും. സോ മറ്റന്നാളായിരിക്കും മിക്കവാറും എലിമിനേഷൻ ഉണ്ടാകുമോ എന്നുള്ളത് 100% ഉറപ്പില്ല. കാരണം ഫസ്റ്റ് വീക്ക് ആണല്ലോ. പക്ഷേ 7ന്റെ പണി ആയതുകൊണ്ട് ചിലപ്പോൾ ഉണ്ടാകാനുള്ള ചാൻസും നിലവിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നാളെ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിഗംഭീരമായ വീഡിയോ ആയിട്ടായിരിക്കും നാളെ വരാൻ പോകുന്നത്. കാരണം വീക്കെൻഡ് ആണല്ലോ. സോ സന്ധ്യയ്ക്ക് വരെ വണക്കം.